Hi friends, welcome back to my channel. അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മളുടെ IRCTC എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിലൂടെ നമ്മൾ ട്രെയിൻ ടിക്കറ്റ് ഒക്കെ ചിലവരെങ്കിലും ബുക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ബുക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു യൂസർ നെയിമും അതുപോലെ തന്നെ പാസ്വേഡും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ യൂസർ നെയിമും പാസ്വേഡും നമ്മൾ മറന്നുപോയി കഴിഞ്ഞാൽ അത് എങ്ങനെ റിക്കവർ ചെയ്തെടുക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ മൊത്തം കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം. അപ്പോൾ ഓപ്പൺ ആക്കി കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ ഹോം പേജിലേക്ക് വരുന്നതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിൽ ലോഗിൻ എന്ന് കാണാം. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ നമ്മൾ സൈൻ ഇൻ പേജിലോട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കാണാം താഴെ തന്നെ നടുക്ക് തന്നെയായിട്ട് നമ്മുടെ ഫോർഗെറ്റ് യൂസർ നെയിം അതിൻ്റെ പാസ്വേഡ്. അപ്പോൾ നമുക്ക് ആദ്യം യൂസർ നെയിം എങ്ങനെ നമുക്ക് റിക്കവർ ചെയ്യാൻ നോക്കാം. യൂസർ നെയിം എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ അതിൻ്റെ വേറൊരു പേജിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് ചോദിക്കുന്നുണ്ട് എൻ്റർ രജിസ്റ്റേർഡ് ഇമെയിൽ ID. അപ്പോൾ IRCTCയിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത സമയത്ത് നിങ്ങൾ ഏത് ഇമെയിൽ ID ആണോ കൊടുത്തത് ആ ഇമെയിൽ ID ഇവിടെ എൻ്റർ ചെയ്യുക. അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റാതെ എൻ്റർ ചെയ്യുക. പിന്നെ ഒരു ക്യാപ്ചയും ഉണ്ട്. ഈ 3 കാര്യങ്ങൾ കൃത്യമായി കൊടുത്തതിന് ശേഷം സബ്മിറ്റ് എന്ന് താഴെയുണ്ട്, അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തന്നെ നമ്മളുടെ ഫോണിലോട്ട് ഒരു മെസ്സേജ് വരുന്നതായിരിക്കും. യുവർ യൂസർ ID ഹാസ് ബീൻ സെൻഡ് ടു യുവർ രജിസ്റ്റേർഡ് ഇമെയിൽ ID. അപ്പോൾ നമ്മുടെ ഇമെയിൽ IDയിലേക്ക് ഒരു യൂസർ നെയിം വന്നിട്ടുണ്ട്. അതിനുശേഷം ഇത് ഓക്കെ എന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഇമെയിൽ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. അപ്പോൾ തന്നെ നമുക്ക് മുകളിൽ തന്നെ കാണാം ഫോർഗെറ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞൊരു പേജ്. അതൊന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് താഴെ തന്നെയായിട്ട് കാണാം യുവർ യൂസർ ID ഈസ് എന്ന് പറഞ്ഞ് നമ്മുടെ യൂസർ നെയിം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ യൂസർ നെയിം കണ്ടുപിടിക്കാൻ സഹായിക്കും. അപ്പോൾ നമ്മളുടെ യൂസർ നെയിം നമ്മളിവിടെ റിക്കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളുടെ പാസ്വേഡ് എങ്ങനെ റിക്കവർ ചെയ്യുന്നതാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ പാസ്വേഡ് എന്ന് ഉള്ളിടത്തുനിന്ന് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആക്കുക. അപ്പോൾ നമ്മൾ ഫോർഗെറ്റ് പാസ്വേഡ് എന്ന് പറഞ്ഞൊരു പേജിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മളോട് പറയുന്നത് എൻ്റർ രജിസ്റ്റേർഡ് യൂസർ നെയിം. അപ്പോൾ നമ്മളിപ്പോൾ നമ്മൾ ഒരു യൂസർ നെയിം നമ്മൾ റിക്കവർ ചെയ്തെടുത്തു. ആ യൂസർ നെയിം ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും എൻ്റർ ചെയ്തതിന് ശേഷം ഒരു ക്യാപ്ചയും ഉണ്ട്. ക്യാപ്ച തെറ്റാതെ ഈ 3 കാര്യങ്ങൾ കൃത്യമായി കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കൊരു മെസ്സേജ് വരുന്നതായിരിക്കും വെരിഫിക്കേഷൻ കോഡ് ഈസ് സെൻഡ് യുവർ രജിസ്റ്റേർഡ് ഇമെയിൽ ID ആൻഡ് മൊബൈൽ. അപ്പോൾ അത് നോക്കിയതിന് ശേഷം നിങ്ങൾ ഓക്കെ എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ വേറെ ഒരു പേജിലോട്ട് വന്നിട്ടുണ്ട്, ഫോർഗെറ്റ് പാസ്വേഡ് എന്ന് പറഞ്ഞൊരു പേജ്. അപ്പോൾ അതിൽ നമ്മൾ ഏറ്റവും മുകളിൽ തന്നെ നമ്മളുടെ യൂസർ നെയിം കാണാം. അതിനുശേഷം നമ്മളുടെ ഫോണിലോട്ട് വന്ന OTP, ആ OTP ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു ന്യൂ പാസ്വേഡ്, നിങ്ങൾ മറന്നു പോകാത്ത ഒരു കൺഫേം ആയിട്ടുള്ള ഒരു പാസ്വേഡ് എൻ്റർ ചെയ്യുക. അതിനുശേഷം അത് ഒന്നുകൂടെ കൺഫേം ചെയ്യുക. അപ്പോൾ ഈ പാസ്വേഡ് നിങ്ങൾ എൻ്റർ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിരിക്കണം, അതിൽ ലെറ്റേഴ്സും ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ ഡിജിറ്റ്സും ഉണ്ടായിരിക്കണം. അതിനുശേഷം നമുക്ക് താഴെ തന്നെയായിട്ടൊരു ക്യാപ്ച കാണാം. ഈ ക്യാപ്ചയും തെറ്റാതെ എൻ്റർ ചെയ്യുക. ഇതെല്ലാം ഒന്ന് നോക്കിയതിന് ശേഷം സബ്മിറ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ കാണാം കൺഗ്രാജുലേഷൻ യുവർ പാസ് ചേഞ്ച്ഡ് സക്സസ്ഫുള്ളി എന്ന് കാണാം. അപ്പോൾ ഓക്കെ എന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്കിത് ലോഗിൻ ചെയ്യണം. അപ്പോൾ ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ട് നമുക്ക് 3 കാര്യങ്ങളാണ് കൊടുക്കേണ്ടത്. ഒന്ന് നമ്മളുടെ ഇപ്പോൾ നമ്മൾ റിക്കവർ ചെയ്ത യൂസർ നെയിം, അതുപോലെ തന്നെ നമ്മളുടെ ന്യൂ പാസ്വേഡ്, അതിനുശേഷം നമ്മളുടെ ക്യാപ്ച. നമ്മൾ ഈ 3 കാര്യങ്ങൾ തെറ്റാതെ കൃത്യമായി കൊടുത്തതിന് ശേഷം ലോഗിൻ എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്തൊരു പേജിലോട്ട് വന്നിട്ടുണ്ട്, ജനറേറ്റ് പിന്ന്. അപ്പോൾ നമ്മൾ ഫോണിലാണ് ലോഗിൻ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇവിടെ 4 ഡിജിറ്റ് പിന്ന് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ വെബ്സൈറ്റിൽ ചെയ്യണമെങ്കിൽ ഈ പിന്നിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഒരു ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു 4 അക്ക പിൻ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇവിടെ പിന്നെ ഇവിടെ സേവ് ആയിട്ടുണ്ട്. റിമെമ്പർ പിന്നെ എന്ന് പറഞ്ഞ് നിങ്ങൾക്കൊരു മെസ്സേജ് അതിനുശേഷം വരുന്നതാണ്. അത് ഓക്കെ എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കാണാം നമ്മുടെ മുകളിൽ തന്നെ നമ്മുടെ ലോഗിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇപ്പോൾ കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ നമ്മൾ സക്സസ്ഫുള്ളി ആയിട്ട് ലോഗിൻ ചെയ്തു.
അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റായി അറിയിക്കുക. അപ്പോൾ നമ്മൾ ഈ ഓൾറെഡി ചാനലിലൂടെ നമ്മൾ എങ്ങനെ IRCTCയിലൂടെ രജിസ്റ്റർ ചെയ്യാം, അതുപോലെ ട്രെയിൻ ടിക്കറ്റ് എങ്ങനെ ബുക്ക് ചെയ്യാം എന്നുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് വേണമെങ്കിൽ വീഡിയോയുടെ താഴെയും അതുപോലെ തന്നെ വീഡിയോയുടെ അവസാനം ഞാൻ കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ കയറി മാക്സിമം കാണുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ കാണാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്.